മൈക്ക് വേണോ? Yes. സന്തോഷം. ബേസിക്കലി ഈ സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും കുറച്ച് വർഷങ്ങളായി, കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പം ടെക്നോളജി മാറുന്നു, കാലഘട്ടത്തിന്റെ ആളുകളുടെ ടേസ്റ്റ് മാറുന്നു. ഇപ്പൊ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ എങ്ങനെ ആളുകൾ സ്വീകരിക്കുമോ എന്ന് പേടിയുണ്ടായിരുന്നോ? ഇല്ലില്ല, നമ്മള് സിനിമ ചെയ്യുമ്പം അങ്ങനെ സമയം മാറുമെന്നോ അല്ലെങ്കിൽ സമയം കഴിയുമെന്നോ ആലോചിച്ചിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് അല്ല. പക്ഷെ ഞങ്ങൾക്കൊരു എന്തോ ഭാഗ്യവശാൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു കാലാതീതമായ കഥയാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊമൈസിന് ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ആയതുകൊണ്ട് അത് ഇന്നായാലും നാളെ ആയാലും ഇറങ്ങിയാൽ വർക്ക് ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അത് സംഭവം നമ്മൾ ആ ഒരു ടൈം ലൈനിനെ ഫ്രീസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് അതൊന്നും നമ്മൾ കുറച്ച് നമുക്കൊരു കുറേയധികം ചില ഫേസുകളോട് ബേസിക്കലി അതിനകത്തൊരു കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇത്രയും ചിലപ്പം നമ്മൾ പ്ലാൻ ചെയ്ത അങ്ങനത്തെ ഒരു ഗ്യാപ്പ് വെച്ചില്ല. പക്ഷെ നമുക്കൊരു ഫേസ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അതിൽ 3 ഘട്ടമായിട്ട് ഷൂട്ട് ചെയ്തു. ആദ്യത്തെ ഒരു സെറ്റ് ഫുൾ ഷൂട്ട് ചെയ്തു, പിന്നെ നമ്മളൊരു 2 പ്രാവശ്യമായിട്ട് ചെറിയ ഇതുകളും ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പടമാണ് അത്. പടം കണ്ടവർക്ക് മനസ്സിലാക്കിക്കൊണ്ടോ നമുക്കറിയില്ല. ഇതിനൊരു മുടി വെട്ടിയ സമയം അല്ല, അങ്ങനെ ഒരു കുറച്ച് സോറി അത് പറയാൻ പാടില്ലാത്തായിരുന്നു. എനിവേ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഫേസ് ഔട്ട് ചെയ്യേണ്ട ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ കുറച്ച് ഗ്യാപ്പും സംഭവിച്ചു. LJP മാജിക് ഫ്രണ്ട്സ് രണ്ടും ഇവിടെ തന്നെ LJP മാജിക് ഫ്രണ്ട്സും രണ്ടും വലിയ ലെജൻഡ് ലെവലിൽ നിൽക്കുന്ന 2 മാർക്കറ്റിംഗ് ടീമുകൾ. അവർ ഇതിനകത്ത് പിച്ച് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? അവരുടെ സിനിമയായിട്ട് എന്തായാലും അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? LJP ഈ പടം ആദ്യം കാണുകയും പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുക എന്നിട്ടാണ് ഞാൻ ഈ പടം, അതായത് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ, അതിൻ്റെ ആ ഒരു ഇനീഷ്യൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് പ്രശാന്ത് പിള്ളയാണ് അതിന് മ്യൂസിക് ചെയ്തത്. അതായത് പുള്ളിയും പ്രശാന്തുമായിട്ട് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശാന്തിനോട് പടത്തെക്കുറിച്ച് പുള്ളി മനസ്സിലാക്കിയിട്ട് പുള്ളി ഒരു ദിവസം നമുക്ക് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ കാണുകയായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ ചില ഈ പ്രൊഡക്ഷൻ റിലേറ്റഡ് ചില ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഡിലേ ഒക്കെ സംഭവിച്ചിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ പുള്ളി കണ്ടു കഴിഞ്ഞിട്ടാണ് നമുക്കിതിന് നമ്മളിപ്പോൾ ഇന്ന് ഇത് പ്രസന്റ് ചെയ്ത രീതിയിലേക്ക്, ആ ഡെപ്തിലേക്ക് ഈ ഫിലിമിനെ നമുക്ക് എലവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയത്. കാര്യം ഞങ്ങളൊരു ചെറിയ ക്യാൻവാസിൽ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയെ അങ്ങനെയല്ല ഇത് പ്രസന്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ തന്നെ കാണുകയും അങ്ങനെ ഒരു അപ്രോച്ച് മൊത്തത്തിൽ അതിൻ്റെ എല്ലാ തലങ്ങൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും അതിനങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട സിനിമയാണെന്നും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സിനിമയാണെന്നും ഒക്കെ പുള്ളി പറഞ്ഞിട്ടാണ്, പുള്ളിയാണ് അതിന് അങ്ങനത്തെ നമുക്കൊരു കൈതരുക എന്ന് പറയില്ലേ, അതിനുശേഷമാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ലിജോയുടെ ഇനിഷ്യേറ്റീവിലാണ് ലിസ്റ്റിന് ഈ പടം കാണുകയും അങ്ങനെ ഈ 2 പേരും ചേർന്നത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അല്ല, ഇവര് 2 വ്യക്തി എന്നുള്ളത് തന്നെയാണ്. കൊറിയോഗ്രാഫറോടാണ് ബേസിക്കലി ഇതൊരു എന്താ പറയുക 80s കാലഘട്ടം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ 90s എന്നൊക്കെ പറയുമ്പോൾ മൈക്കിൾ ജാക്സൺ എന്ന് പറയുമ്പോൾ ഒരു വികാരമായിരുന്നു. നമ്മള് പഴയ ഫോണിൽ കേട്ടോണ്ടിരുന്ന അല്ലെങ്കിൽ ടിവിയിൽ നമ്മൾ കണ്ടോണ്ടിരുന്ന, നമുക്ക് ഇറങ്ങി ഡാൻസ് കളിക്കണം എന്ന് തോന്നുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടാക്കിയ ഒരു പാട്ടുകളൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നത്. ഇപ്പം ഇവര് ആ ഒരു മോഡിലേക്ക്, അതായത് 21st നിന്ന് 80s മാറ്റം ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ്. എത്രത്തോളം ടഫായിരുന്നു അത്? കാരണം അത് അത്ര ഗംഭീര ടഫ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് കുറച്ച് ഇവരുടെ ഇന്നത്തെ നൃത്തരൂപത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കൾച്ചറിൽ ഉള്ള ഡാൻസ് പെർഫോമൻസിനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കുറെ അധികം ഗ്രൂവ് ഉണ്ട്. അത്രയും ഗ്രൂവ് പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് ചെറിയ കുറെ ടെക്നിക്സുകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പ്രോജക്റ്റില് വരുന്നത്, ഈ ഡാൻസ് സ്റ്റൈലിൽ വരുന്നത്. പക്ഷെ അത്തരം ആ സ്റ്റൈല് കൊണ്ട്
നമുക്ക് ഈ പടം മൊത്തം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. കാരണം അത് ഭയങ്കര ലാഗും എന്താ പറയുക, റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യും. അപ്പൊ ആ റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യാത്ത രീതിയിൽ ഇതിനെ കൊണ്ടുപോകണമെന്ന് ഒരു ആശയം എനിക്ക് തോന്നിയത് തുടക്കകാലത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതലേ തന്നെ അതിനൊരു വ്യത്യസ്ത രീതിയിലൊരു ട്രീറ്റ്മെന്റ് ഇവരുടെ മൂവ്മെന്റ് ബേസിലും ടെക്നിക്കലിയും എല്ലാം ചെയ്ത് ഇവരെ ആ ഒരു കൾച്ചറിലേക്ക് മാറ്റിയെടുക്കുക ചെയ്തത്. അപ്പൊ അത്രയും ബൗൺസിങ്ങിന് തന്നെ കുറെ വ്യത്യാസം വരുത്തി. മൂവ്മെന്റിനും കുറെ ക്ലാരിറ്റികളും പുതിയ കുറെ രീതികളും ക്രിയേറ്റീവ് ആയാലും ടെക്നിക്സിലായാലും കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു ടഫ് ഇവർക്കുണ്ടായിരുന്നു. കാരണം അറിയാതെ ഒന്ന് ചാടിപ്പോകും. അപ്പം അതിനെ പിടിച്ചു നിർത്തി അത് വേണ്ട, ഇവിടെ വരെ മതി, അങ്ങനെ ലിമിറ്റ് ചെയ്തുകൊണ്ടൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ആയിട്ടുണ്ട്. അത് ഈ റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ലേറ്റസ്റ്റ് ടെക്നിക്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഡയറക്ടർ സാറിനോടാണ്. പുറത്ത് ഒരു വയസ്സായ മുത്തശ്ശൻ ചെവിയില് വാച്ച് ടിക് ടിക് എന്ന് കേട്ട് നിൽക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് ഷോട്ട് ഉണ്ട്. അത് ഇന്നത്തേക്ക് ചിലപ്പോൾ എത്രമാത്രം ആൾക്കാരെ അറിഞ്ഞോളുന്നില്ല. പക്ഷെ ഇത് ആ കാലത്തെ റെഫറൻസ് ആണത്. അത് എക്സാക്ട്ലി ഇത്ര മൈന്യൂട്ട് റെഫറൻസസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റെഫറൻസസ് കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ പറയാം. അത് വളരെ ഭയങ്കര ചോദ്യമാണ്. ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്നൊരു സംഗതി കൂടിയാണ്. കാരണം പറയാം, ആ സീൻ പോലീസ് സ്റ്റേഷനിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ സംഭവിക്കുന്ന സംഭവമാണ്. അത് ആ പുള്ളി അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, എൻ്റെ മനസ്സിൽ ലാസ്റ്റ് മിനിറ്റാണ് ഐഡിയ. എനിക്കിപ്പോഴും അറിഞ്ഞൂടാ സുല്ല് പറഞ്ഞതാണോ മാത്യു പറഞ്ഞതാണോ അതോ അവിടെ ആർട്ടിലുണ്ടായിരുന്ന ആരെങ്കിലും പറഞ്ഞതാണോ എന്ന് പോലും എനിക്കിപ്പോഴും ഓർമ്മയില്ല. അതോ ആരോ ഒരാൾ എന്നോട് പറഞ്ഞതാണ്. എൻ്റെ മനസ്സിൽ അത്തരം ഡീറ്റെയിലിംഗ് നമ്മൾ ആ പടത്തിൽ പലയിടത്തും വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സംഗതി ഇപ്പം താങ്കൾ ചോദിച്ചത് ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്നു. ആരാണെന്ന് എനിക്ക് ഇതുവരെ ഓർത്തെടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു അന്നത്തെ ഒരു പാൻഡമോണിയത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്നോടത് പറഞ്ഞു, ഈ സംഗതി കൂടെ അത് ചെയ്താൽ അത് അതാണ് അത് അങ്ങനത്തെ കാര്യം. HMD വാച്ച് അതുപോലത്തെ വാച്ചുകളുള്ള സാധനം അത് പുള്ളി പറഞ്ഞു. എനിക്കത് അപ്പം തന്നെ കണക്ട് ചെയ്തു. നമ്മളത് ചെയ്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായൊരു ചോദ്യമായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള വേടൻ ഒരുപാട് രാഷ്ട്രീയമായിട്ട് ഇതേപോലെ കാര്യങ്ങൾ പറയാറുണ്ട്. പാട്ടിലൂടെ കഥാപരമായിട്ട് രാഷ്ട്രീയത്തെ പ്രസന്റ് ചെയ്യാറുണ്ട്. ഇതേപോലെ ഇപ്പൊ ലാസ്റ്റിലേക്ക് നേരത്തെ ആങ്കർ എടുത്ത് പറഞ്ഞ ലാസ്റ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആർട്ടിസ്റ്റും ഭയങ്കര കാര്യമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ്. തഴയപ്പെടുന്ന ഏതൊരു ആർട്ടിസ്റ്റും ഏത് മേഖലയിലായാലും അവന്റെ ഒരു അൺലീഷിംഗ് ആണ് ആ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു പെർഫോമൻസും ഈ ഇത്തരം രാഷ്ട്രീയം പറയണം എന്നുള്ളൊരു തോട്ട് എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ അതിനകത്ത് രാഷ്ട്രീയം കൃത്യമായിട്ട് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതല്ല, പക്ഷെ അതിനപ്പുറം ഒരു ടീം സ്പിരിറ്റ്, അതായത് നമ്മൾ അറിഞ്ഞിരുന്ന നമ്മൾ അനുഭവിച്ചിരുന്ന കൂട്ടുകാരുടെ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതായത് ഇത്തരം ഇപ്പോൾ സ്പോർട്സിലായാലും ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ആർട്ട് ഇതുപോലത്തെ പെർഫോമിങ് ആർട്സിൽ സ്റ്റേജിൽ കയറി അത് മിന്നുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അതൊരു സ്പാർക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പം അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത് ഈ ആർക്കും ഒരിക്കലും അതിന് ശരിക്ക് അതിപ്പോൾ ഏതൊരു മേഖലയിലായാലും ഒരാളൊരു കാര്യം കൃത്യമായിട്ട് തീരുമാനിച്ച് അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ചില കാര്യങ്ങൾ അത് ചിലർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതൊരു ടോട്ടൽ ഡെഡിക്കേഷൻ എന്നുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അത് തീർച്ചയായിട്ടും ഈ ചിത്രത്തിൽ റിഫ്ലക്റ്റ് ചെയ്യണം. അതൊരു ഇൻസ്പിറേഷണൽ എലമെന്റ് ആണ്. അപ്പൊ അത് പറയണമെന്നായിരുന്നു നമ്മൾക്ക് ഫോർമോസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒബ്വിയസ്ലി അതിലൂടെ വന്നിരിക്കുന്ന മറ്റ് എലമെന്റ്സിന്റെ ഭാഗമായാണ് ഈ രാഷ്ട്രീയവും. അത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതിലുപരി ഈ സൗഹൃദത്തിന്റെ ഒരു ശക്തി ഉണ്ടല്ലോ. ആ ശക്തി എന്ന് പറയുന്നത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ വർണ്ണങ്ങൾക്കൊക്കെ എല്ലാം അതീതമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേറ്റീവ് തിങ്കിങ്ങിൽ ആരെയും അതിനകത്തൊരു കൃത്യമായ സൗഹൃദത്തിൽ, അതായത് ഒരാളെ ഇങ്ങനെ ഈ നമ്മളൊരു ടീമിലേക്ക് വരികയും കഴിവുള്ളവന് അത് പ്രകടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായ ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു
ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ഉണ്ടായി വരികയാണ്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായി വരും. പക്ഷെ അതല്ല, ചില ഘട്ടങ്ങളിൽ ചിലർക്ക് കൃത്യമായ ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ പറയണമെന്നായിരുന്നു നമ്മുടെ പ്രധാനമായ ഉദ്ദേശം. LJP എപ്പോഴും രാഷ്ട്രീയം, എല്ലാ സിനിമകളിലും രാഷ്ട്രീയം പറയാറുണ്ട്. അപ്പോൾ ഈ സിനിമ ഒരു ഡാൻസ് എന്നതിലുപരി അതിലൊരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഇപ്പൊ പോലീസുകാർ കാണിക്കുന്ന നെറികേടിന്റെ കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു അത്. അപ്പൊ അത് നല്ല രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്ന ആ ഡയലോഗ്, അതൊക്കെ നമ്മളെ ഒരുപാട് കൈയടിപ്പിക്കുന്നതാണ്. അപ്പൊ ആ ഡയലോഗുകളായാലും അതെങ്ങനെയാണ് ഈ രാഷ്ട്രീയവും അതുപോലെ തന്നെ ആ ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടി കാണേണ്ട ഒരു മൂവിയിൽ, ഇത് ഡാൻസ് എന്നതിലപ്പുറം ഒരുപാട് വിശാലമായിട്ടുള്ള അർത്ഥങ്ങൾ ഈ മൂവിക്കില്ല. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ആ ഒരു കാസ്റ്റ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്, ആ ഒരു നടനെ തന്നെ? അല്ല, അത് കൃത്യമായിട്ട് അതൊക്കെ തീർച്ചയായിട്ടും സ്പോയിലർ ആവില്ലേ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ഓക്കെ, അല്ല തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ചില കാര്യങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ട്. ഇപ്പം പോലീസ് സ്റ്റേഷന്റെ കാര്യം പറഞ്ഞത് അനുഭവങ്ങളിൽ നിന്നാണ്. ഇപ്പം ഈ കഥയിൽ ഇത്തരം കാര്യങ്ങൾ കൂട്ടിയിണക്കി ഇത് എഴുതണമെന്ന്, അല്ലെങ്കിൽ ഇത്തരം സംഗതികളൊക്കെ സ്പോണ്ടേനിയസ്ലി ഇപ്പൊ സുനിലും മാത്യുവും കൂടെ എഴുതി ചേർക്കുമ്പോൾ അതൊക്കെ ഓട്ടോ മോഡില് ഞാനത് ബൈ ചെയ്യാണ്. അപ്പൊ എനിക്കത് അറിയാം. ഇവരുടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായി പ്രവർത്തിച്ചവരുടെയൊക്കെ എക്സ്പീരിയൻസുകൾ നമ്മൾ ഇംബൈബ് ചെയ്യണം സ്റ്റോറിയിലേക്ക്. അത് ഒരാളൊരു കാര്യം പറയുന്നു, ഇതെനിക്ക് അനുഭവമുള്ളതാണ് എന്ന് പറയുമ്പോൾ അതവിടെ എഴുതി വരികയാണ്. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചു. ഈ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ ഈ നമ്മളൊരു കഥ പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചാൽ അതെപ്പോഴും ഒരു കെട്ടിയേപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ സത്യസന്ധമായ ഒരു കഥ പറഞ്ഞാൽ അതിൻ്റെ കൂടെ പുറപ്പാട് രാഷ്ട്രീയം ഉണ്ടാകും. അപ്പോൾ ഷാജി എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരുന്നു. ഷാജി എവിടുന്ന് വരുന്നു ഇങ്ങനൊരു ചോദ്യം. അപ്പോൾ ഷാജിയെ ഞങ്ങൾ പല സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനോദ് പറയാണ് അതൊരു എരുമയൊക്കെ വളർത്തി നടക്കുന്ന മനുഷ്യൻ. അപ്പോൾ എരുമ വളർത്തുകാർ പിന്നെ അങ്ങനെ നടക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ ലൈഫിനെ കാണുന്നുണ്ട്. അപ്പൊ ആ കഥാപാത്രത്തിനകത്തൂടെ നമ്മളിങ്ങനെ ജേർണി ചെയ്ത് വരുമ്പോൾ, ഈ കഥയ്ക്കകത്ത് അവരുടെ ലൈഫിൽ കൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ചില പ്രത്യേക മുഹൂർത്തത്തിൽ ആ കഥാപാത്രം അത് പറയും, അത് സത്യമാണ്. അവിടെയാണ് അതിന്റെ രാഷ്ട്രീയം. അത് രാഷ്ട്രീയം പറയിപ്പിക്കാൻ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് വെച്ചാൽ പുള്ളി കുറയും. അതുപോലെ തന്നെ കഥയുടെ ഇത് തന്നെ മൂൺ വോക്കേഴ്സും സൂപ്പേഴ്സും തമ്മിലുള്ള ഒരു ഇതാണ് അവർ തമ്മിലുണ്ടാകുന്ന, പിന്നെ ഒരു ചെറിയൊരു അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ആ ടൈറ്റിൽ തന്നെ വേണമെങ്കിൽ വെച്ചാൽ ഇത് സ്റ്റെപ്പ് പോലെ ABCD പോലെ ഒരു സീരീസ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആളുകളുടെ റെസ്പോൺസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനൊരു കണ്ടിന്യൂഷൻ വേണമെന്ന് എപ്പോഴും തോന്നി. അത് പലരും പറയുന്നുണ്ട്. ഞങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴും ഒരുപാട് പേര് അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതൊക്കെ അതിൻ്റെ ഒരു രീതിയിൽ സംഭവിക്കട്ടെ. നമ്മൾ ബേസിക്കലി അതുപോലെ തന്നെ നോർമലി ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആളുകളിൽ ഉണ്ടാക്കുന്ന പ്രത്യേക ഡാൻസ് അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് തുള്ളാൻ തോന്നുക, അല്ലെങ്കിൽ അടുത്ത മൊമെന്റിൽ സംഭവിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സിലുണ്ട് അവസാനത്തെ 10 മിനിറ്റ് ഓരോ പ്രേക്ഷകരിൽ ആ ഒരു എലമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ മൊമെന്റ് എന്ന് തോന്നിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ. അതിന്റെ ഒരു എന്തായിരുന്നു, അതിന്റെ ഒരു ഫാൻ എന്തായിരുന്നു? അതൊരു വളരെ എന്താ പറയുന്നത്, ഒരുപാട് ഒരുപാട് ആലോചിക്കുകയും ഒരുപാട് സംസാരിക്കും, ഒരുപാട് ഡിസ്കസ് ചെയ്യുകയും ഒരുപാട് നമ്മൾ പല ലെവൽസിൽ അത് എന്താ പറയുന്നത് ബ്രെയിൻ സ്റ്റോം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സംഗതി. അതങ്ങനെ ഉണ്ടായി വരികയായിരുന്നു. അതിനകത്ത് പല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇങ്ങനൊരു കഥാപാത്രം ഇവഞ്ച്വലി ചെയ്തേക്കാവുന്ന ഒരു ഡാൻസിന്റെ എവല്യൂഷൻ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി. ഒബിയസ്ലി അതിനകത്ത് അതിനകത്ത് 2 ഫേസ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ആ ഫസ്റ്റ് ഫേസിൽ വരുന്ന ആ ഒരു എലമെന്റ് ഇങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രം ദെയർ ആ കഥാപാത്രം എങ്ങനെയാണ് ആ സ്റ്റേജിൽ പെർഫോം ചെയ്തേക്കാവുന്നത് എന്നുള്ളതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി, ഭയങ്കര ആർഗ്യുമെന്റുകളും ഒരുപാട് ഒരു ഘട്ടമായിരുന്നു എനിക്ക് തോന്നുന്നത് എവോൾവ് ചെയ്ത് വരുന്നത്. അതിൽ വേറെയും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുണ്ടായി വരികയായിരുന്നു. പിന്നെ അത് ഒബിയസ്ലി കൊറിയോഗ്രാഫറിന് പുള്ളിയുടേതായ പല
പോസിബിലിറ്റികളും പുള്ളി നമുക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കൺസീവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ പെർഫോം ചെയ്ത് നോക്കാം. അങ്ങനെ കുറേ പരിപാടികൾ ചെയ്ത് നോക്കിയതിൽ നിന്ന് നമ്മൾക്ക് വർക്ക് ചെയ്ത, അതായത് ഒരു ഇലക്ട്രിഫൈങ് മൊമെന്റ് എന്ന് പറയുന്ന ഒരു സംഗതിയായിരിക്കണമല്ലോ. അപ്പം അത് എന്താണെന്നുള്ളത് പുള്ളി ഡിസൈൻ ചെയ്ത് തരികയായിരുന്നു. All right, thank you so much. Any more questions? ഉടൻപണം സമയത്തല്ല, അതിന് മുന്നെയാണ് ഞാൻ എൻ്റെ സീക്വൻസ് ഷൂട്ട് ചെയ്തത്. ആദ്യം സാർ പറഞ്ഞതുപോലെ ആദ്യത്തെ സമയത്താണ്, 2019 എൻ്റെ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നായികാനായകൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. എന്നെ ഇതിലെ ചീഫ് ഉണ്ണിച്ചേട്ടനാണ് വിളിക്കുന്നത്. ഓഡിഷനൊന്നും ഉണ്ടായില്ല, ഇതുപോലൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തതാണ്. All right, any more questions? എന്തെങ്കിലും കൂടുതൽ